ഡേയ് 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 ഇവിടെ ഇവിടെ പറയടേ, പറ. നീ പറഞ്ഞിട്ട് ഇടന്നാ മതി. എന്തു പറയാൻ? അല്ല, നീയല്ലേ പറഞ്ഞു തുടങ്ങിയ? ഞാനെന്ത് പറയാൻ? നിനക്ക് ആ പെണ്ണിന് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു? ആ അതിന് അവക്ക് നിന്നെ ഇഷ്ടമല്ലല്ലോ. ആ അവക്ക് ഇഷ്ടമല്ല. അപ്പൊ നിനക്ക് അവളോട് തോന്നുന്നു വെറും ഒരപ്പ്, അത്രയല്ലേ ഉള്ളൂ. നീ അങ്ങനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓ പിന്നെ ഞാൻ എന്തോന്ന് പറയണം? നിന്റെ ദിവ്യ പ്രണയം നീനാൾ വാഴട്ടെ എന്ന്. ഒന്ന് പോടാ അവിടുന്ന്. ഇതൊന്നും നിനക്ക് പറഞ്ഞ പണിയൊന്നുമല്ല. അപ്പൊ എന്താ, എനിക്ക് പ്രേമിച്ചൂടെ? പ്രേമിച്ചിട്ട് നീ എന്ത് കാണിക്കും? നീ അവളെ കിട്ടും കിട്ടിയിട്ട് നീ എങ്ങനെ അവളെ കൂട്ടും? നിനക്കൊരു ജോലിയുണ്ട്. പ്രേമിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. ചുമ്മാ അങ്ങ് പ്രേമിച്ചാൽ മതി. അതേത് യൂസ്ലെസിനെ കൊണ്ട് സാധിക്കും. ഒരു കുടുംബം ഉണ്ടാക്കാൻ അത് സ്വല്പം പാടാം. നീ എന്നെ കണ്ട സ്വന്തമായി ജോലി, വീട്, ഭാര്യ, വീട്ടുകാരെ പിടിച്ച് വേണ്ട. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. ആവശ്യത്തിന് സ്ത്രീധനം, അവളും ഹാപ്പി. നീയൊക്കെ പ്രേമിച്ചിട്ട് എന്ത് കാണിക്കാൻ? അപ്പൊ എനിക്ക് പ്രേമിച്ചൂടെ? നീ തന്നെ നിന്റെ തന്തയുടെ ചെലവില ജീവിക്കുന്നത്. കെട്ടിക്കഴിഞ്ഞ് അവൾക്ക് ആര് ചെലവിന് കൊടുക്കും? അണ്ണാ, നിങ്ങൾ സ്ത്രീധനം വാങ്ങിച്ച് കെട്ടി, അതല്ല ശരി അല്ലേ? ഞാൻ ചെയ്യണ പ്രേമിക്കണം, ഇത്ര വലിയ തെറ്റ്. നീ കെട്ടിക്കോ, അവളെ കെട്ടി പോറ്റാൻ പറ്റുമോ? നീ കെട്ട്. അതൊക്കെ വിട്. നീ ഇത്രയും പറഞ്ഞില്ലേ നിന്റേതായിട്ട് എന്തുണ്ട് ഈ ഭൂമിയിൽ? നിന്റെ സ്വന്തം അധ്വാനത്തിൽ ചുമ്മാ താളം പിടിക്കാൻ എല്ലാത്തിനെയും കൊണ്ട് പറ്റും. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് വേണം. എന്റെ പൊന്നണ്ണ, നിങ്ങൾ നിർത്തോ. ഒരു മാതിരി മനുഷ്യനെ വെറുതെ. ഞാൻ അവളെ പ്രേമിക്കണല്ല, നിങ്ങൾ വിട്. അളിയ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. നിനക്ക് എത്രയോ കമ്പനിക്കാരുണ്ട്, അവരാരെങ്കിലും ഇത് പറഞ്ഞു തരുന്നുണ്ടോ? അതാ മോനെ സ്നേഹം. നിനക്കത് മനസ്സിലാവില്ല. ഇത്രയ്ക്കും ടോർച്ചർ. ഹോ, ഡേ നീ വിടടേ. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെ? നന്നായിട്ട് പോകുന്നുണ്ടോ? ആ പിന്നെ കുഴപ്പമില്ല. നീ ഇത്തവണയെങ്കിലും പാസ്സാകൂടെ? ഉറപ്പായിട്ടും ഇത്തവണ പാസ്സാകും. പിന്നെ നീയൊക്കെ വെറുതെ വീട്ടുകാർക്കൊരു ശല്യമായിട്ട്. അല്ല, അതങ്ങനെ വരും. ഞാൻ എന്റെ വീട്ടുകാർക്ക് ശല്യമാണ്, ഇയാൾക്ക് എന്തുവാ? എടേ, ഞാൻ നിന്റെ കൂട്ടുകാരായിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. കൂട്ടുകാരെന്ന് പറഞ്ഞു ഇയാൾക്ക് തോന്നുന്നു എന്തും വിളിച്ചോ? നീ എന്തിനാ അവളുടെ പേര് പറഞ്ഞ് എന്റെ അടുത്ത് ഇവിടെ വന്ന്? അവളുടെ പേരും പറഞ്ഞ് എന്ത് അവളുടെ പേരും പറയുന്നത്? നിനക്ക് അവളെ പറ്റി എന്തറിയാ? അവളെ പറ്റി എന്തറിയാ നിനക്ക്? എന്താ അവളെ ഇത്ര പറഞ്ഞ? അളിയാ, അവള് മുമ്പ് പഠിച്ചിരുന്ന കോളേജിൽ 2-3 ആൺകുട്ടികൾക്ക് അഫയർ ഉണ്ടായിരുന്നു. എനിക്കറിയാം അവളെ പറ്റി. അഫയർ ഉണ്ടെന്ന് ആർക്കടെ അഫയർ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ? അഫയർ എന്ന് പറഞ്ഞാ എന്താ പറയണ്ടേ? അഫയർ എന്ന് പറഞ്ഞാ ഉണ്ടായിരുന്നു. ചുമ്മാ അനാവശ്യം പറയല്ലേ. ഞാൻ അനാവശ്യം പറയുന്നു? ഞാൻ എന്താ കള്ളം പറയുന്നു? നീ തിരക്കി നോക്ക്. തിരക്കി നോക്കാൻ തന്നെ നിനക്ക് എത്ര അറിയാന്നുള്ള? എനിക്കറിയാം അവളെ പറ്റിയല്ല. ചുമ്മാ അവളെ കണ്ടാൽ തന്നെ എനിക്കറിയാം. അവൾ എന്റെ അടുത്ത് സംസാരിക്കും. നിനക്കറിയാം അവൾ എന്റെ അടുത്ത് എങ്ങനെയാ സംസാരിക്കുന്നത്. നീ ആരാണ് അവളെ പറ്റി പറയാ? നിനക്ക് എന്തറിയാം അവളെ പറ്റി?
ഇതൊക്കെ എന്ത് കയ്യിൽ കുപ്പിയൊക്കെ നീയൊക്കെ തല്ലിപ്പൊടിച്ച ഞാനാണ് അയാൾക്ക് ഉത്തരം പറയണ്ടത്. ബാക്കിയുള്ളവർക്ക് കിടന്നുറങ്ങണ്ടേ രാവിലെ? അത് ചേട്ടാ ഡയലോഗ്സ് പഠിക്കാണ്. ഒരു റോള് കിട്ടിയിട്ടുണ്ട് സിനിമയില്. ആ ആ പാടി പാടി ആരത്തന്മാര് സിനിമ അഭിനയം എന്ന് പറഞ്ഞ് നടപ്പുണ്ട്. കഴിഞ്ഞില്ലേ?